എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു സുനിൽ, തൃശൂർ ജില്ലയിലെ മാള മടുത്തമ്പടി സ്വദേശിയാണ്. പുസ്തക പരിചയത്തിൽ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന പുസ്തകം ഡോക്ടർ വി.പി. ഗംഗാധരൻ സാർ എഴുതിയ ജീവിതം എന്ന അത്ഭുതം എന്ന പുസ്തകമാണ്. ഇന്ത്യയിലെ തന്നെ സുപ്രസിദ്ധ ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ വി.പി. ഗംഗാധരനെ കുറിച്ച് രണ്ട് വാക്ക്. റേഡിയേഷൻ തെറാപ്പിയിലും ജനറൽ മെഡിസിനിലും MD കരസ്ഥമാക്കിയ ഈ വ്യക്തി നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫെലോഷിപ്പ് നേടിയിട്ടുണ്ട്. ലോക ആരോഗ്യ സംഘടനയുടെ ഫെലോഷിപ്പാണ് ഇദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ഡോക്ടർ ശ്രീ വി.പി. ഗംഗാധരൻ സാറിന്റെ അനുഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തും ചെറുകഥാകൃത്തുമായ KS അനിയനാണ് മനോഹരമായ ഹൃദയം കൊത്തിവലിക്കുന്ന ഭാഷയിൽ ഈ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. സമകാലിക മലയാളം വാരികയിൽ കണ്ടശ പ്രസിദ്ധീകരിച്ചു വന്ന ലേഖന സമാഹാരങ്ങളാണ് പിന്നീട് ജീവിതം എന്ന അത്ഭുതമായി DC ബുക്സ് പുസ്തക രൂപത്തിൽ പുറത്തിറക്കിയത്. നിരവധി എഡിഷനുകൾ ഈ പുസ്തകം ഇതിനോടകം പിന്നിട്ടിട്ടുണ്ട്. ധാരാളം പേർ ഈ പുസ്തകം വായിച്ച് മലയാളത്തിലെ ഒരു ജനപ്രിയ പുസ്തകമായി ഉയർത്തി. ക്യാൻസർ രോഗിയായ ഒരു യുവതിയുടെ വാക്കുകൾ ഇങ്ങനെ: ഞാൻ ജീവിതത്തെ വീണ്ടും സ്നേഹിച്ചു തുടങ്ങിയത് ഈ പുസ്തകം വായിച്ചതിന് ശേഷമാണ്. പലരും തങ്ങളുടെ ഇഷ്ടദൈവങ്ങൾക്കൊപ്പം പൂജാമുറിയിലാണ് ഈ പുസ്തകം സൂക്ഷിക്കുന്നതെന്ന് ഡോക്ടർ വി.പി. ഗംഗാധരൻ സാർ പറയുന്നു. ഇതോടെ നമുക്ക് മനസ്സിലാക്കാം ഈ പുസ്തകം വായനക്കാരെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന്. ക്യാൻസർ എന്ന രോഗത്തെക്കാൾ ഭീകരമാണ് ക്യാൻസർ എന്ന രോഗത്തോടുള്ള സമൂഹത്തിന്റെ സമീപനം. ധാരാളം ക്യാൻസർ രോഗികളുമായി ഹൃദയബന്ധം സ്ഥാപിച്ചിട്ടുള്ള ഡോക്ടർ ശ്രീ വി.പി. ഗംഗാധരൻ സാർ സാധാരണ ഒരു ഡോക്ടറെ പോലെ രോഗത്തിന് മാത്രമല്ല അദ്ദേഹം ചികിത്സിക്കുന്നത്. താൻ കണ്ടറിഞ്ഞ ജീവിതങ്ങളിലേക്ക് പ്രത്യാശയുടെ തിരുനാളങ്ങൾ കൊളുത്തിവെക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ ഹൃദയത്തെ ഇത്രമാത്രം ആഴത്തിൽ സ്പർശിക്കുന്നത്. പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ധാരാളം മനുഷ്യരുടെ ജീവിതമാണ് ഡോക്ടർ ഈ പുസ്തകത്തിലൂടെ പ്രതിപാദിക്കുന്നത്. ജീവിതം എന്നത് ശരിക്കും വല്ലാത്ത അത്ഭുതം തന്നെയാണ്. ക്യാൻസർ എന്ന രോഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ജീവിതം എന്ന അത്ഭുതം പോലൊരു പുസ്തകം മലയാളത്തിൽ ഇല്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ഇത് ക്യാൻസറിനെ കുറിച്ചുള്ള പുസ്തകമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ്. ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ചും അർത്ഥശൂന്യതയെക്കുറിച്ചും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പുസ്തകമാണ്. മനസാക്ഷിയുള്ള ഒരാൾക്കും നെഞ്ചിടിപ്പിന്റെ പിന്നണിത്താളത്തോടെയല്ലാതെ ഈ പുസ്തകം സ്വസ്ഥമായി വായിച്ചു പോകാൻ കഴിയില്ല. കാരണം ഇതിലുള്ളത് കഥയോ കഥാപാത്രങ്ങളോ അല്ല, മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ആദ്യ ലേഖനത്തിൽ നൌഷാദ് എന്ന വ്യക്തിയെ കുറിച്ചാണ് ഡോക്ടർ പരാമർശിക്കുന്നത്. ക്യാൻസറിന്റെ പിടിയിൽ അമർന്ന നൌഷാദ് എന്ന വ്യക്തിയെ ഡോക്ടർ തന്റെ ചികിത്സ കൊണ്ട് സുഖപ്പെടുത്തുന്നതാണ് ആദ്യ ലേഖനം. മരണത്തോട് മല്ലിടുന്ന നിരവധി വ്യക്തികളെ ഡോക്ടർ പുതുജീവൻ നൽകി ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റുന്നു. അടുത്ത ലേഖനത്തിൽ ഒരച്ഛനെയും മകളെയും പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. മകൾക്ക് ക്യാൻസർ ആണ്. ഇടയ്ക്ക് വെച്ച് അച്ഛൻ മരണത്തിന്
കീഴടങ്ങുന്നു. വളരെ സമയമെടുത്ത് മകളുടെ ക്യാൻസർ മാറുന്നുണ്ട് എങ്കിലും അച്ഛൻ മരിച്ച വിവരം മകളെ ധരിപ്പിക്കേണ്ട ജോലി ഡോക്ടറിൽ നിക്ഷിപ്തമായി. വളരെ വികാരഭരിതമായാണ് ഈ ലേഖനം അവസാനിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ച് ഡോക്ടർ പറയുന്നത് ഇങ്ങനെ: എന്റെ നെഞ്ചിൽ ഒരു കാലവർഷം പെയ്യുന്നു എന്നാണ്. പിന്നീട് വെങ്കിട രാജു എന്ന ഒരു രോഗിയെ കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിന്റെ രോഗം ഭേദമാകുമ്പോൾ അദ്ദേഹം മറ്റു രോഗികൾക്കൊപ്പം അവർക്ക് ഒരു സഹായമായി അവിടെ തുടരുകയാണ്. അതുപോലെ നിരവധി മനുഷ്യർ മറ്റു രോഗികൾക്ക് സാന്ത്വന സ്പർശമാകുന്നു. പുഷ്പ സ്വാമി, മനോജ് എന്നിങ്ങനെ നിരവധി വ്യക്തികളെ കുറിച്ച് ഡോക്ടർ പരാമർശിക്കുന്നുണ്ട്. രാജീവ് എന്ന ഒരു പ്രവാസി യുവാവ് പ്രവാസ ലോകത്തേക്ക് മടങ്ങിപ്പോയി 10 ദിവസം പിന്നിടുമ്പോഴേക്കും തന്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആണ് എന്ന് തിരിച്ചറിയുന്നു. തന്റെ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം ഭാര്യയ്ക്കൊപ്പം നിൽക്കുന്നു. ഭാര്യയുടെ രോഗം പൂർണ്ണമായി സുഖപ്പെട്ട് അവർ പൂർണ്ണ ആരോഗ്യവതിയാകുമ്പോൾ ഡോക്ടർ പറയുന്നു: പ്രിയപ്പെട്ട രാജീവ്, നിങ്ങളുടെ ഭാര്യയെ രക്ഷിച്ചത് മരുന്നല്ല, താങ്കളുടെ സ്നേഹമാണ്. കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്ന ചിന്തയാണ് ഈ ലേഖനം നമ്മോട് ചോദിക്കുന്നത്. കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ട് എന്ന ചോദ്യമാണ് ഈ ലേഖനം നമ്മിൽ അവശേഷിപ്പിക്കുന്നത്. പിന്നെയും പലതരം രോഗികളെ ഡോക്ടർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു. അതുപോലെ ക്യാൻസറിനെ കുറിച്ച് നിലനിൽക്കുന്ന പല സംശയങ്ങളും അന്ധവിശ്വാസങ്ങളുമൊക്കെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മാറിക്കിട്ടും എന്നത് ഉറപ്പാണ്. ഏറ്റവും അവസാനത്തെ ലേഖനത്തിൽ നൈസാം അലി എന്ന ഒരു യുവാവിനെ കൂടി ഡോക്ടർ നമുക്കായി പരിചയപ്പെടുത്തുന്നു. അതോടുകൂടിയാണ് ജീവിതം എന്ന അത്ഭുതം എന്ന പുസ്തകം അവസാനിക്കുന്നത്. വായിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പുസ്തകമായി എനിക്ക് തോന്നിയ ഒരു പുസ്തകമാണ് ഇത്. ഈ പുസ്തകം വായിച്ചു തീരുമ്പോൾ നമുക്ക് തോന്നും ജീവിതം എന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണെന്ന്. അതുപോലെ തന്നെ ഈ പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ നാം ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുമല്ല എന്നും അതിനേക്കാൾ മോശം അവസ്ഥയിലുള്ള ആളുകൾ എങ്ങനെയാണ് അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളെ മറികടന്നത് എന്നും ഒക്കെ നമുക്ക് ഈ പുസ്തകത്തിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിർബന്ധമായും നാം വായിച്ചിരിക്കേണ്ട ഒരു നല്ല പുസ്തകമാണ് ജീവിതം എന്ന അത്ഭുതം. വായിച്ചു കഴിയുമ്പോൾ ഇതിലെ ജീവിതങ്ങളെ അടുത്തറിയുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ ഒന്നുമല്ല എന്ന് നമുക്ക് തോന്നും. നമ്മുടെ അഹങ്കാരങ്ങൾക്ക് ഒരു പാഠമായി ഇതിലെ ജീവിതങ്ങൾ നമ്മോടൊപ്പം എന്നും ഉണ്ടാകും. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ജീവിതം എന്ന അത്ഭുതം. ഞാൻ വായിച്ചതിൽ വെച്ച് ഹൃദയത്തിൽ വല്ലാതെ സ്പർശിച്ച ഒരു പുസ്തകമാണ് ഇത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പുസ്തക പരിചയം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.